ഇന്നും പുഴയക്കര ഗ്രാമം ഉണർന്നത് പുതിയൊരു മരണവാർത്തയും കേട്ടുകൊണ്ടാണ്. പട്ടണത്തിൽ പോയ സഹദേവനാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി അവസാന ബോട്ടിനൊറ്റയ്ക്ക് ജെട്ടിയിൽ വന്നിറങ്ങിയ സഹദേവൻ വീടിനോട് ചേർന്ന് നടത്തുന്ന ജോസേട്ടന്റെ കടയിൽ കയറി അടക്കാൻ തുടങ്ങിയ കട തുറപ്പിച്ച് ഒരു പൊതി ബീഡിയും വാങ്ങി അവിടെ നിന്ന് തന്നെ അതിൽ നിന്നും ഒന്നെടുത്ത് കത്തിച്ച് അതും വലിച്ച് വീട്ടിലേക്ക് പോയതാണ്. പിന്നെ സഹദേവനെ ആരും കണ്ടിട്ടില്ല. രാവിലെ ആദ്യ ബോട്ടിന് ടൗണിൽ പോകാൻ ഇറങ്ങിയ ബാലമാഷാണ് സഹദേവന്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ രാവിലെ മൃതശരീരം കണ്ടത്. മാഷ് അപ്പോൾ തന്നെ മെമ്പറേയും അടുത്ത പരിചയക്കാരെയും വിളിച്ചു പറഞ്ഞു. മെമ്പർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഇൻസ്പെക്ടർ 3 പോലീസുകാരും എത്തി. അവർ പരിശോധന നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി കുറച്ച് ചരിത്രം പറയാം. ഇപ്പോൾ നടന്ന സഹദേവന്റെ മരണമടക്കം 6 മാസത്തിനിടയ്ക്ക് ഇത് 15ാമത്തെ ആളാണ് മരിക്കുന്നത്. മരിച്ചവരെല്ലാവരും രാത്രി 10 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് വീടിന് പുറത്തുണ്ടായിരുന്നവരാണ്. ആദ്യം മരണപ്പെട്ട രമണി ചേച്ചി പിറ്റേന്ന് രാവിലെ ടൗണിൽ പോകുന്ന കാര്യം പറയാനായി കുറച്ചപ്പുറത്ത് താമസിക്കുന്ന അനിയത്തിയുടെ വീട്ടിലേക്ക് പോയതാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കാണാതായപ്പോൾ അന്വേഷിച്ചു ചെന്ന മകനാണ് വഴിയരിൽ കിടക്കുന്ന രമണി ചേച്ചിയുടെ മൃതദേഹം കണ്ടത്. രണ്ടാമത് മരിച്ചത് സന്തോഷാണ്. രാത്രി കൂട്ടുകാരന്റെ വീട്ടിലെ വെള്ളമടി പാർട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സന്തോഷിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. പിറ്റേന്ന് വഴിയരികിൽ മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് കാണുന്നത്. പിന്നെ അടുത്ത വീട്ടിൽ സംസാരിച്ചിരുന്ന നേരം വൈകി വീട്ടിലേക്ക് പോയ വാസന്തി, കടയിൽ നിന്ന് മെഴുകുതിരി വാങ്ങി വന്ന ഗോപാലേട്ടൻ, അങ്ങനെ രാത്രി 10-ന് ശേഷം വീട്ടിന് പുറത്തിറങ്ങി 15 ആളുകളെയാണ് മരണം കൊണ്ടുപോയത്. ആദ്യ 2 മരണങ്ങളും സ്വാഭാവിക മരണമെന്നാണ് നാട്ടുകാരും കരുതിയത്. പക്ഷേ ഇത് തുടർച്ചയായപ്പോൾ പിന്നീട് മരിച്ച എല്ലാവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചെങ്കിലും അസ്വാഭാവികത ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. എല്ലാം ഹൃദയസ്തംഭനം വന്നുള്ള മരണങ്ങളെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവസ്ഥലം സന്ദർശിച്ച പോലീസുകാർക്ക് അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ട് അവരും സ്വാഭാവിക മരണങ്ങളെന്ന് റിപ്പോർട്ട് എഴുതി കേസ് അവസാനിപ്പിച്ചു. അവസാന മരണം നടന്ന് 2 ആഴ്ചകൾക്ക് ശേഷമാണ് സഹദേവന്റെ മരണം നടന്നിരിക്കുന്നത്. ടൗണിലെ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സഹദേവന്റെ മൃതദേഹം വീടിന്റെ തെക്കേപ്പുറത്ത് സംസ്കരിച്ചു. ചടങ്ങിന് വന്ന ആളുകളെല്ലാം പിരിഞ്ഞുപോയി. ആ വീട്ടിൽ സഹദേവന്റെ ഭാര്യയും മക്കളും പ്രായമായ മാതാപിതാക്കളും മാത്രമായി ബാക്കി. പിറ്റേന്ന് സഹദേവന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്യാനായി പോലീസ് എത്തി. കൂടെ പഞ്ചായത്ത് മെമ്പറും ഉണ്ടായിരുന്നു. പോലീസുകാർ അവർ സ്ഥിരം ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ ചോദിച്ചു പോയി. അവർ വീട്ടുകാരോട് പറഞ്ഞതും ഇത് ഹൃദയസ്തംഭനം മൂലമുള്ള മരണമാണെന്ന് തന്നെയാണ്. സഹദേവന്റെ മരണം കൂടി കഴിഞ്ഞതോടെ ആളുകൾ രാത്രി 10 മണിക്ക് ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങാതെയായി. ഓരോ പുലരിയിലും ആരുടെയെങ്കിലും മരണവാർത്ത കേൾക്കുന്നുണ്ടോ എന്ന പേടിയിലാണ് പുഴയക്കര ഗ്രാമം ഉറക്കമുണരുന്നത്. സഹദേവന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇന്നലെ വരെ വേറെ ആരുടെയും മരണവാർത്ത ആ ഗ്രാമത്തിൽ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ പുഴയക്കര ഗ്രാമത്തിലേക്ക് സൂര്യൻ വന്നത് 2 പേരുടെ മരണവാർത്തയും കൊണ്ടാണ്. തേങ്ങാ കച്ചവടം നടത്തുന്ന തോമാച്ചനും ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകൾ സിസിലിയും. ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് വന്ന സിസിലിയെ കൊണ്ടുവരാൻ പോയതാണ് തോമാച്ചൻ. കഴിഞ്ഞ 3 വർഷമായി സിസിലി ബാംഗ്ലൂരിൽ നഴ്സിംഗിന് പഠിക്കുന്നു. അവസാന വർഷമായതുകൊണ്ട് കഴിഞ്ഞ 1 വർഷമായി സിസിലി നാട്ടിലേക്ക് വന്നിട്ടില്ല. പരീക്ഷയും മറ്റുമായി അവൾ തിരക്കിലായിരുന്നു. മകൾ ഭയപ്പെടേണ്ടതെന്ന് കരുതി തോമാച്ചനും ഭാര്യ അന്നമ്മ ചേച്ചിയും നാട്ടിലെ മരണങ്ങളെക്കുറിച്ച് അവൾ അന്വേഷിച്ചിരുന്നെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ അവളോട് പറഞ്ഞിരുന്നില്ല. കുറച്ചു പേർ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്നുവെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പഠനം പൂർത്തിയാക്കിയ സിസിലി ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടുകാരികൾക്കൊപ്പം ഇന്നലെ ഉച്ചയോടെയാണ് നഗരത്തിലെത്തിയത്. വൈകുന്നേരം വരെ അവർ അവിടെ കറങ്ങി കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ബോട്ടിൽ കയറിയ ശേഷമാണ് വീട്ടിലേക്ക് വിളിച്ച് താൻ വരുന്നുണ്ടെന്നും കൂട്ടിക്കൊണ്ടുപോകാൻ തോമാച്ചനോട് ജെട്ടിയിലേക്ക് വരാൻ പറഞ്ഞത്. അങ്ങനെ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ തോമാച്ചനും മകളും വരാൻ വൈകിയപ്പോഴാണ് അന്നമ്മ ചേർത്ത് വിളിച്ചു പറഞ്ഞനുസരിച്ച് മെമ്പർ സജീവനും പരിസരത്തെ കുറച്ച് ചെറുപ്പക്കാരും കൂടി അന്വേഷിച്ചിറങ്ങിയത്. ആ സംഘമാണ് ജെട്ടിയിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ മരിച്ചു കിടക്കുന്ന തോമാച്ചനെയും സിസിലിയും കണ്ടത്. ഈ മരണങ്ങൾ കൂടി കഴിഞ്ഞതോടെ നാട്ടുകാർ ഇതിന്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സമരം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനായി മെമ്പറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. യോഗത്തിലെ തീരുമാനപ്രകാരം നാട്ടിലെ പ്രധാനികളും മെമ്പറും കൂടി സ്ഥലം MLA കണ്ട ഒരു പരാതി കൊടുത്തു. അതിന്റെ ഭാഗമായി MLA SP വിളിച്ച് കേസിനെ കുറിച്ച് അന്വേഷിച്ചു. അസ്വാഭാവികത ഒന്നുമില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് ആ അന്വേഷണം അവിടെ നിന്നു. അതിനുശേഷം ഉന്നതതല അന്വേഷണത്തിനു വേണ്ടി
നാട്ടുകാർ MLAയുടെ കൂടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെങ്കിലും അതെവിടെയും എത്തിയില്ല. അതിനെ തുടർന്ന് നാട്ടുകാർ പ്രത്യക്ഷ സമരത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ ഗ്രാമത്തിൽ നടക്കുന്ന പ്രക്ഷോഭം ആരും അറിയില്ലെന്ന് മനസ്സിലാക്കിയ ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാർ അധികാരികളുടെ ചെവിയിലെത്തിക്കാൻ കഴിയുന്ന സമരമുറകളെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും കൂടി നഗരമധ്യത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനിൽ അവർ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഫ്ലാഷ് മോബിന്റെ അവസാനം മരിച്ചവരുടെ മക്കൾ എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരിക എന്നെഴുതിയ ബോർഡ് ഉയർത്തിപ്പിടിച്ചു നിന്നു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറി. പുഴയക്കര ഗ്രാമത്തോടൊപ്പം എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയകളിൽ വലിയ ട്രെൻഡായി മാറി. അവരുടെ സമരത്തെ കലാ സാംസ്കാരിക നായകന്മാർ ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ എവിടെയും പുഴയക്കര ഗ്രാമത്തോടൊപ്പം എന്നത് നിറഞ്ഞു നിന്നു. ആദ്യമെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിലും കേരളത്തിൽ തരംഗമായി മാറിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ സമരം ഏറ്റെടുത്തു. സ്ഥലം MLAയും മെമ്പർ സജീവും സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം തുടങ്ങി. സമരം കൈവിട്ടു പോകും എന്ന നിലയിലായപ്പോൾ സർക്കാരിന് കേസന്വേഷണത്തിന് ഉത്തരവിടാതെ നിവൃത്തിയില്ലാതെ അങ്ങനെ കേസന്വേഷണത്തിനായി പുതിയൊരു ടീമിനെ നിയോഗിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. ഇതുവരെ അന്വേഷിച്ച കേസുകളിൽ ഒന്നിൽ പോലും പരാജയം അറിയാത്ത മുകളിലുള്ള ഓഫീസർമാരുടെ ഒത്താശകൾക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ സ്ഥിരമായി സസ്പെൻഷൻ വാങ്ങുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CI പ്രതാപചന്ദ്രനെ കേസിന്റെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനമായി. എന്തോ കാര്യത്തിന് അപ്പൻ വിളിച്ച സ്ഥലം SP-യുടെ ചെവിക്കല്ലടിച്ചു പൊട്ടിച്ചതിന് ഇപ്പോൾ സസ്പെൻഷനിൽ നിൽക്കുന്ന പ്രതാപചന്ദ്രന്റെ സസ്പെൻഷൻ അവസാനിപ്പിച്ച് തിരികെ വിളിക്കാനുള്ള DGPയുടെ ഓർഡറും കേസന്വേഷണം അദ്ദേഹത്തെ ഏൽപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറും കാണിച്ചതോടെ MLAയും പഞ്ചായത്ത് മെമ്പറും നിരാഹാരം അവസാനിപ്പിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുഴയക്കര ഗ്രാമം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്നു നിന്ന 88 മോഡൽ ബുള്ളറ്റിൽ നിന്ന് 6 അടി ഉയരവും അതിനൊത്ത തടിയുമുള്ള ഒരാൾ പോലീസ് യൂണിഫോമിൽ വന്നിറങ്ങി. ബുള്ളറ്റിൽ വന്നിറങ്ങിയ പ്രതാപചന്ദ്രന്റെ തോളിലെ നക്ഷത്രത്തിന്റെ എണ്ണം കണ്ടതും പാറാവുകാരൻ തോക്കെല്ലാം സ്റ്റഡിയായി പിടിച്ച് സല്യൂട്ട് അടിച്ചു.